കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആരോ പങ്കുവച്ച ഒരു കുറിപ്പ് കണ്ടു. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. IPS ഉദ്യോഗസ്ഥനായ ഋഷിരാജ് സിംഗ് കഴിഞ്ഞ ദിവസം തൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ മാറ്റിമറിച്ചുവെന്നാണ് ആ കുറിപ്പ് പങ്കുവച്ച സുഹൃത്ത് ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തനിക്കറിയാവുന്ന മുറി മലയാളത്തിൽ പറഞ്ഞത്, എൻ്റെ മകൻ പഠനത്തിൽ വളരെ പിറകിലാണ്, പുള്ളി പഠിക്കുന്നില്ല, പഠിക്കാൻ താല്പര്യമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താല്പര്യമില്ലെങ്കിൽ വേണ്ട. പുള്ളി 12ാം ക്ലാസ്സിൽ പറഞ്ഞു, ഇനിയും ഞാൻ കോളേജിലേക്കില്ല, ഇനിയും എന്ത് ചെയ്യും? അവന് ഒരു ആനിമേഷൻ സിനിമ ഉണ്ടാക്കാനാണ് ആഗ്രഹമെന്ന് അവൻ ഋഷിരാജ് സിംഗിനോട് പറഞ്ഞു അത്രേ. അവനെ ആനിമേഷൻ സിനിമയിൽ ഡിപ്ലോമ ചെയ്യിപ്പിച്ചാൽ മതിയെന്ന്. അങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് ഒരു ഡിപ്ലോമ ചെയ്യിപ്പിച്ചു. അവനതിൽ സന്തോഷവാനാണ്. ആദ്യം 5000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു സ്റ്റുഡിയോയിൽ കയറി. പിന്നെ വലിയൊരു സ്റ്റുഡിയോയിൽ ഓഫർ വന്നു. പിന്നെ അവൻ സ്വയം കഴിവ് തെളിയിച്ച് അറ്റ്ലാന്റയിൽ പോയി. പിന്നെ ഓസ്ട്രേലിയ, ചൈന, ഇപ്പോൾ അമേരിക്കയിലെ സിഡ്നി സ്റ്റുഡിയോയിൽ സ്റ്റാഫായി ജോലി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൻ സിവിൽ സർവീസ്. അപ്പന് ഇവൻ്റെ പഠനം കണ്ടപ്പോൾ മനസ്സിലായി, ഇവനെ സിവിൽ സർവീസ് പരീക്ഷ എഴുതിക്കാൻ കൊള്ളില്ലെന്ന്. പലരും പറഞ്ഞു അവനെ സിവിൽ സർവീസിന് വിടുക എന്ന്. അദ്ദേഹം അവരോട് പറഞ്ഞു, എൻ്റെ മോനത് പാടാണെന്ന്. പഠനത്തിൽ അവന് താല്പര്യമില്ല. കോളേജിൽ പോകാൻ പോലും താല്പര്യമില്ലാത്ത അവൻ സമയം കളഞ്ഞില്ല. അവൻ്റെ ഇഷ്ടമുള്ള കരിയർ അത് തിരഞ്ഞെടുക്കാൻ അവനെ വിട്ടു. ഇന്ന് അവൻ ഇന്ത്യയിൽ ആരും മേടിക്കാത്ത ശമ്പളം മേടിക്കുന്നു, അതും പൂർണ്ണ സന്തോഷത്തോടെ. നമ്മൾ നോക്കേണ്ടത് കുട്ടികളുടെ സന്തോഷമാണ്. തൻ്റെ മകൾക്ക് ഒന്നും ആവേണ്ട, ഒരു സൈക്കോളജി ടീച്ചർ മാത്രം ആയാൽ മതി. അവളുടെ താല്പര്യം ഒരു കൗൺസിലർ ആയാൽ മതിയെന്നായിരുന്നു. ക്രൈസ്റ്റ് കോളേജിൽ MSc പഠിച്ചിട്ട് ഇപ്പോൾ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നുവെന്നാണ് ആ കുറിപ്പിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ അച്ഛനമ്മമാരുടെ ആഗ്രഹമല്ല അവരുടെ ജീവിതത്തിൽ, അതായത് കുട്ടികളുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കേണ്ടത്. നമ്മൾ കണ്ടുവരുന്നത് അതാണ്. നമ്മളുടെ ആഗ്രഹങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. നമ്മൾ അവരിൽ ഒരുപാട് കിനാവുകൾ കാണുന്നു. അവർ IAS ആകണം, IPS ആകണം, ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം എന്നൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടും, സ്വപ്നങ്ങൾ കാണും. അത് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കും. നമ്മൾ കണ്ടുവരുന്നത് അതാണ് നമ്മുടെ ചുറ്റും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, അതിലാണ് അവർ വിജയിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ജീവിതകാലത്ത് അവർക്കെല്ലാം ഉണ്ടെങ്കിലും സന്തോഷം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴേ നമ്മളുടെ കുട്ടികളുടെ വാസന മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ അവർ ആ മേഖലയിലെ രാജാക്കന്മാരാകും. പ്രിയപ്പെട്ടവരെ, തള്ളിക്കളഞ്ഞ കല്ലുകളാണ് മൂലക്കല്ലായി മാറുന്നത്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. അവരുടെ സമാധാനം വലുതായിരിക്കും, ഉയർച്ച തന്നെ പ്രാപിക്കും, വാലല്ല തലയായി മാറും.